PSCയുടെ 9ാം ക്ലാസ്സിലെ ഉപപാഠ പുസ്തകം തേജസ്വിയായ വാഗ്മിയാണ്. അതിലെ എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമിന് വേണ്ടി 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ തേജസ്വിയായ വാഗ്മി എന്ന ജീവചരിത്ര പുസ്തകം എഴുതിയിരിക്കുന്ന തുളസി കോട്ടുക്കലാണ്. ഇതിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ റാംമോഹൻ ദത്തയുടെ ആ ഒരു കുടുംബ പാരമ്പര്യത്തെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ 2 മക്കളാണ് രാംമോഹന ദത്തയ്ക്ക് 2 മക്കളാണ്, ദുർഗാ പ്രസാദ് ദത്തനും കാളി പ്രസാദ് ദത്തനും. ദുർഗാ പ്രസാദ് ദത്തന്റെ ഭാര്യയാണ് ശ്യാമസുന്ദരി. മകൻ വിശ്വനാഥന്റെ ഭാര്യ ഭുവനേശ്വരി. ദുർഗാ പ്രസാദ് ദത്തന്റെ മകനായ വിശ്വനാഥന്റെയും ഭുവനേശ്വരിയുടെ മകനാണ് വിവേകാനന്ദൻ. അപ്പോൾ 1ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇവരെ കുറിച്ചാണ്, ഈ കുടുംബത്തെ കുറിച്ചാണ്. വിശ്വനാഥൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പേര് ഭുവനേശ്വരി എന്നായിരുന്നു. അപ്പൊ ആ ഒരു വംശം വിശ്വനാഥന്റെ പരിശ്രമത്തിൽ അവർ വളരെ ആ കുടുംബം ഉന്നതി പ്രാപിച്ചു. അതുപോലെ ഭുവനേശ്വരി ആണെങ്കിൽ ഉത്തമയായ ഒരു കുടുംബിനിയായിരുന്നു. ഭുവനേശ്വരിയുടെ മതം എന്ന് പറഞ്ഞാൽ മാനവ മൈത്രി, മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സ്ത്രീയായിരുന്നു അവര്. അപ്പോൾ ഈ ദമ്പതികൾക്ക് 4 പെൺകുട്ടികൾ ജനിച്ചു. അപ്പോൾ ഓരോ പ്രസവം കഴിയുന്തോറും ഒരു മകൻ വേണം എന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 1863 ജനുവരിയില് ആ കുഞ്ഞ് പിറക്കുന്നത്. 1863 ജനുവരി 12-ാം തീയതി മകരസംക്രമ ദിനമായിരുന്നു. ആ ദിനത്തിൽ സൂര്യോദയത്തിന് അല്പം മുമ്പാണ് ഭുവനേശ്വരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. അവന്റെ മുഖം ആദിത്യനെ പോലെ തിളങ്ങി. അപ്പൊ നൂറ്റാണ്ടുകളുടെ ദശാസന്ധിയിൽ മാനവ മൈത്രിയുടെ നവോത്ഥാനത്തിന് രൂപമെടുത്ത ഒരു അത്ഭുത ശിശുവായിരുന്നു അന്ന് ജനിച്ചത്. അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ജനനത്തെ കുറിച്ചാണ് 1ാമത്തെ പാഠത്തിൽ പറയുന്നത്. 2ാം ഭാഗത്തിൽ ഒരു പുത്രനുണ്ടായാലുള്ള സന്തോഷം എല്ലാവരുമായിട്ട് ദത്തയുടെ കുടുംബം പങ്കുവെച്ചു. ആൺ സന്താനം ജനിച്ചാൽ ആ വംശത്തിൽ അവരത് ഉത്സവം പോലെ കൊണ്ടാടുന്നതാണ്. അപ്പൊ കുട്ടിക്ക് കാശി വിശ്വനാഥനാണ് ഭുവനേശ്വരിയുടെ ഇഷ്ടദൈവം. അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ എന്ന പേര് തന്നെയാണ് അനുയോജ്യം. വിശ്വനാഥന്റെ പേര് തന്നെയാണ് അനുയോജ്യം. അപ്പൊ അമ്മ അവനെ വീരേശ്വരൻ എന്നാണ് വിളിച്ചത്. അപ്പൊ വീരേശ്വരൻ എന്ന പേര് വിളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വീരെ എന്നാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത് ബിലെ എന്നാക്കി. അപ്പൊ ബിലേക്ക് 3 വയസ്സായപ്പോൾ അവൻ ഭയങ്കര കുസൃതിക്കാരനായിരുന്നു, അടങ്ങിയിരിക്കില്ല. പൊറുതി മുട്ടുമ്പോൾ അമ്മ എന്ത് ചെയ്യും, അവനെ പിടിച്ച് മുറ്റത്ത് നിർത്തിയിട്ട് തണുത്ത വെള്ളം തലയിലൂടെ ഒഴിക്കും. എന്നിട്ട് കാതിൽ ശിവനാമം ചൊല്ലി. എന്നിട്ട് പറയും, നീ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ശിവൻ നിന്നെ കൈലാസത്തിൽ കയറ്റില്ല. ഇത് പറയുമ്പോൾ ബിലെ മിണ്ടാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൻ വീണ്ടും കുറുമ്പുകാരനായിട്ട് മാറും. അപ്പം അമ്മ പറയും, ഞാൻ ശിവനോട് ഒരു മകനെ വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തിന്റെ ഭൂതഗണത്തിൽ ഒന്നിനെയാണല്ലോ തനിക്ക് മകനായിട്ട് തന്നതെന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബിലയെ ഭയങ്കര ഇഷ്ടമാണ്. 2 ആയമാരെയാണ് ബിലയെ നോക്കാൻ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പൊ പ്രത്യേകത, ബാല്യത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേകത ബിലേക്ക് സന്യാസിമാരോടുള്ള അടുപ്പമാണ്. സന്യാസിമാർ വീട്ടിലെത്തിയാൽ അദ്ദേഹം യാതൊരു കുസൃതിയും കാണിക്കാറില്ല. ഒരിക്കൽ ഒരു സന്യാസി ബിലയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ഭിക്ഷ ചോദിച്ചു. കൊടുത്തിരുന്ന പട്ടുമുണ്ട് മാത്രമേ അവന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവൻ അത് അയച്ചു കൊടുത്തു. അപ്പോൾ ഭുവനേശ്വരി അമ്മ ചോദിച്ചപ്പോൾ മുണ്ട് സന്യാസിക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഓരോ ദിവസവും അവന്റെ ദാനശീലം കൂടി വന്ന് വഴിയിൽ കൂടെ പോകുന്ന സന്യാസിമാരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി കയ്യിൽ കിട്ടുന്ന എന്തും കൊടുക്കുമായിരുന്നു. ഭുവനേശ്വരി അമ്മ അത് മടുത്തു. കുട്ടിയെ തല്ലിയതുകൊണ്ട് പ്രയോജനമില്ലെന്ന് വിചാരിച്ച് അവനെ വെറുതെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷെ അവൻ ജനാലയിലൂടെ സന്യാസിമാരെ കയ്യാട്ടി വിളിച്ച് ഉള്ളത് അവർക്ക് കൊടുക്കും. അപ്പൊ കുസൃതി കുരുന്നാണെങ്കിൽ എല്ലാവരും ബിലയെ ഓമനിച്ചു. അത്ര തേജസ്സായിരുന്നു അവന്റെ മുഖത്ത്. ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം പശുവായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ വളരെ പല ജന്തുക്കളെ ഇഷ്ടപ്പെട്ടു. അവന്റെ ഏറ്റവും വലിയ മോഹം കുതിരവണ്ടിക്കാരനാകണമെന്നായിരുന്നു. തലയിൽ ഒരു കെട്ടും കെട്ടി ഇങ്ങനെ കുതിരകളെ പായിച്ചു പോകുന്ന കുതിരവണ്ടിക്കാരനെ അദ്ദേഹം എത്ര സമയം വേണമെങ്കിലും നോക്കി നിൽക്കും. പക്ഷെ പിന്നീട് ഈ ഭാരതത്തിന്റെ ആധ്യാത്മിക രഥം പറപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കുതിരക്കാരനായിട്ട് അദ്ദേഹം മാറി എന്നുള്ളത്. ബാല്യകാലത്ത് സിദ്ധന്റെ ഒരു ലക്ഷണവും തെളിഞ്ഞിരുന്നില്ല ഇദ്ദേഹത്തിന്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ അടിമപ്പെടുന്നവനല്ല. അവന്റെ ചിന്തയും വാക്കും സദാ സ്വതന്ത്രമായിരിക്കും. അപ്പൊ അന്യരെ സഹായിക്കുന്നതിലായിരിക്കും അവന്റെ സന്തോഷം. ഇപ്പം ബിലേക്ക് ചിലപ്പോൾ ചില അത്ഭുത ദർശനങ്ങളുണ്ടാവും. ഉറങ്ങുമ്പോൾ അവന്റെ പുരിയത്തിന്റെ മധ്യത്തിൽ ഇവിടെ തിരുനെറ്റിക്ക് നടുവിൽ ഒരു തീക്ഷ്ണമായ പ്രകാശം വരും. എന്നിട്ട് ആ പ്രകാശം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നീട് ആ പ്രകാശം ബിലയെ പൊതിയും. അങ്ങനെ ബിലെ അതിൽ കത്തി ജ്വലിച്ച ഒരു പ്രകാശത്തിലാണ് ഉറങ്ങുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന ഗുരുവിനെ കണ്ടെത്തുന്നവരെ നരേന്ദ്രൻ വിചാരിച്ചിരുന്നത് എല്ലാവരും ഇങ്ങനെയാണ് ഉറങ്ങുന്നതെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തായ ഒരു ബ്രഹ്മചാരി ഇങ്ങനെ ഈ കിടന്നുറങ്ങുന്ന പ്രഭാപൂരം ഒന്ന് തനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ നരേന്ദ്രൻ അദ്ദേഹത്തിന്റെ നെറ്റിയിലൊന്ന് തൊട്ടു. ആ പ്രഭാപൂരത്തിന്റെ വെളിച്ചം കൊണ്ട് അയാൾ വല്ലാതെ പേടിച്ച് നിലവിളിച്ചു. പിന്നെ നരേന്ദ്രൻ വിരൽ മാറ്റിയപ്പോഴാണ് അയാൾ സ്വസ്ഥനായത്.
ബാല്യത്തിലെ ഏകാന്തത ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു സായാഹ്നത്തില് അദ്ദേഹം ധ്യാനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ കുട്ടി ബിലെ. അപ്പോഴാണ് ഒരു കരിമൂർഖൻ വന്ന് വാ പൊളിച്ച് ശബ്ദം ഉണ്ടാക്കിയത്. എല്ലാവരും ഓടിച്ചത് അമ്മയെ വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. പക്ഷെ ധ്യാനത്തിലിരിക്കുന്ന ബിലെ ഇതൊന്നും അറിയുന്നില്ല. മൂർഖൻ ആ ധ്യാനം ആസ്വദിച്ച് നൃത്തമാടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു തണുത്ത കാറ്റടിച്ചു. ബിലെ അവിടെ ധ്യാനം തുടരുന്നു. പാമ്പ് പത്തി താഴ്ത്തി കുട്ടിയുടെ അടുത്തൂടെ ഇഴഞ്ഞു പോയി. തന്നെ ധ്യാനത്തിൽ ലയിച്ച് സ്വയം മറന്നിരിക്കുന്ന ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിലാണ് ഇവനെ വിദ്യാലയത്തിലേക്ക് ചേർക്കുന്നത്. സ്കൂളിൽ ചേർക്കുമ്പോൾ ബിലയുടെ പേര് നരേന്ദ്രൻ എന്നാക്കി. പിന്നീട് സ്കൂളിലെ കുട്ടികൾ പറയുന്ന അസഭ്യപദങ്ങൾ കേട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ബിലയെ സ്കൂളിൽ വിടാതെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അസാമാന്യമായ വൈഭവമുള്ള കുട്ടിയായിരുന്നു. വളരെ പെട്ടെന്ന് പഠിക്കും. അപ്പൊ മറ്റുള്ളവർ അക്ഷരമാലയൊക്കെ എഴുതാൻ മറ്റുള്ള അടുത്ത വീട്ടിലെ കുട്ടികളും കൂടെ ഇവരോടൊപ്പം പഠിക്കാൻ വരുമായിരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ നരേന്ദ്രനാണെങ്കിൽ പെട്ടെന്നെല്ലാം മനസ്സിലാക്കി. 7 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വ്യാകരണ ഗ്രന്ഥങ്ങൾ, രാമായണ, മഹാഭാരതം എല്ലാം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അസാധാരണമായ ഉച്ചാരണ ശുദ്ധിയുള്ള കുട്ടിയായിരുന്നു നരേന്ദ്രൻ. അപ്പൊ ഒരിക്കൽ രാമകഥ പാടി ഉപജീവനം കഴിക്കുന്ന ഒരു ഗ്രൂപ്പുകാർ അവിടെ വന്നു. അപ്പൊ അവർ വരുത്തിയ തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പൊ 7 വയസ്സ് തികയാത്ത ഈ കുട്ടിയുടെ കഴിവിൽ എല്ലാവരും വളരെ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. പിന്നെ നരേന്ദ്രൻ ചെയ്തിരുന്നത് എല്ലാവരെയും സമന്മാരായി കാണും. ജാതി, വർണ്ണം, വ്യത്യാസം ഇതിലൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ മാതാവ് അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചതും ജാതിക്കെതിരായി ചിന്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ മനുഷ്യർ തുല്യരാണെന്നൊരു ബോധം നന്നേ ചെറുപ്പത്തിൽ നരേന്ദ്രന് ഉണ്ടായി. അപ്പൊ നരേന്ദ്രന്റെ പിതാവ് അക്കാലത്ത് ഏറെ പ്രശസ്തനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കാണാൻ പല ജാതിയിലുള്ളവർ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയിൽ പല ജാതിക്കാർക്കായിട്ട് പലതരം ഹുക്കകളാണ് ചെയ്ത് അവിടെ വെച്ചിരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഈ പല ആളുകളും വലിക്കുന്ന ഹുക്കകളുടെ നിറമാറ്റം കാണുമ്പോൾ അദ്ദേഹം എന്തിനാണെന്ന് മനസ്സിലാകാതെ അദ്ദേഹത്തിന് ഒരു സമാധാനവും വന്നില്ല. അങ്ങനെ ഒരിക്കൽ അച്ഛൻ ഇല്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹം അകത്ത് കയറി എല്ലാ ഹുക്കയെടുത്ത് വലിച്ചു നോക്കി. ഈ സംഭവം കണ്ടാണ് വിശ്വനാഥ് ദത്ത് അകത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് കോപം വന്നു. അപ്പൊ ഓരോ ജാതിക്കാർക്കായിട്ട് ഇത് വച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ ഇതെല്ലാം പരിശോധിച്ചു, ഇതിലൊന്നും എനിക്കൊരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ നരേന്ദ്രൻ 7 വയസ്സായി. ഇനി കുട്ടിയുടെ വീട്ടിലെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അച്ഛന് മനസ്സിലായി. ഒരു കുട്ടിയുടെ സംസ്കാരത്തിന്റെ സമ്പൂർണ്ണ സംസ്കരണമാണല്ലോ വിദ്യാലയത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് അവനെ വിദ്യാലയത്തിൽ ചേർത്തു. 1870 ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നടത്തിയിരുന്ന മെട്രോപൊളിറ്റൻ വിദ്യാലയത്തിലാണ് ചേർത്തത്. അസാമാന്യമായ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. അസാമാന്യമായ ഗ്രഹണശേഷി ഉണ്ടായിരുന്നു. ബാല്യകാലത്ത് തന്നെ യുക്തിപൂർവ്വം സംസാരിക്കും, ആരെയും പരിഹസിക്കില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗുണങ്ങളായിരുന്നു. ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയോ ചടഞ്ഞിരിക്കുകയോ ചെയ്യുന്ന പ്രകൃതിക്കാരനല്ല. എന്ത് പ്രവൃത്തിയിലും ആത്മാർത്ഥമായി പങ്കെടുക്കും. പഠനത്തിലായാലും കളികളിലായാലും ഒരുപോലെ മിടുക്കനായിരുന്നു. ഓട്ടം, ചാട്ടം, ഗുസ്തി എന്നിവയിലൊക്കെ വലിയ കമ്പമായിരുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കൂട്ടുകാരനുമായി സംസാരിച്ചു. അപ്പോൾ അധ്യാപകൻ ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റുള്ള കുട്ടികൾ ഭയന്ന് മിഴിച്ചു നിന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ വള്ളിപ്പുള്ളി തെറ്റാതെ നരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ നരേന്ദ്രനെ ഈയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ അധ്യാപകൻ തയ്യാറായപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ഞാനാണ് തെറ്റുകാരൻ, അപ്പൊ ശിക്ഷ എനിക്കും വേണമെന്ന്. നട്ടുച്ച നേരങ്ങളിൽ സ്കൂൾ മുറ്റത്ത് ഇരുന്ന് അദ്ദേഹം കൂട്ടുകാരെ ഉപദേശിക്കും. നിങ്ങളെല്ലാവരും പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഞാൻ സന്യാസിയാകും. ഒരിക്കൽ അഗസ്ത്യ മഹർഷിയോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഭയം എന്നാണ് അഗസ്ത്യൻ പറഞ്ഞത്. ഭയശാലി എന്ത് നേടിയാൽ അത് പ്രയോജനമാവില്ല. വിവേകാനന്ദന് ഭയം എന്തെന്നറിയില്ല. അന്ധവിശ്വാസവും ഭയവും അദ്ദേഹത്തിന് തീരെ ഉണ്ടായിരുന്നില്ല. നന്മ മാത്രമേ സ്വീകരിക്കൂ, തിന്മകളെ വിശകലനം ചെയ്തേ ഉപേക്ഷിക്കൂ. അപ്പൊ ഓരോ അന്ധവിശ്വാസവും മതത്തിന്റെ ശുദ്ധിയെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അയൽപ്പക്കത്തൊരു വലിയൊരു മരമുണ്ട്. മരത്തിൽ കുട്ടികൾ ചാടി കളിക്കാറുണ്ട്. ആ വീട്ടിലെ കാരണവർക്ക് ഈ വിനോദം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ മരത്തിൽ വെള്ള തുണിയെടുത്ത രാക്ഷസൻ കയറിയിരിപ്പുണ്ട്, മരത്തിൽ കയറുന്ന കുട്ടികളുടെ കഴുത്തവൻ പിടിച്ച് ഞെരിക്കും എന്ന് പറഞ്ഞു. അത് കണ്ട് മരത്തിൽ ഇനി കയറരുത്, അതുകൊണ്ട് മരത്തിൽ കയറരുതെന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് നരേന്ദ്രന്റെ കൂട്ടുകാർ വിഷമിച്ചു. അപ്പൊ നരേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നിട്ട് കിഴവൻ വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ പെട്ടെന്ന് മരത്തിൽ കയറി പഴയതുപോലെ തലകീഴായിട്ട് കിടന്നു. അപ്പോൾ കൂട്ടുകാർ വിലക്കിയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്തൊരു കഴുതകളാണ്, അങ്ങനെ രാക്ഷസൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കഴുത്ത് എപ്പോഴേ പോകുമായിരുന്നു. അപ്പൊ ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് അദ്ദേഹം ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹം നാളുകൾക്ക് ശേഷം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഒരു പുസ്തകത്തിൽ കണ്ടെന്ന് കരുതി ഒരു കാര്യവും വിശ്വസിക്കരുത്. മറ്റൊരുവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. സ്വയം സത്യം കണ്ടെത്തുക. അതാണ് ഈശ്വര സാക്ഷാത്കാരം. പിന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു സഞ്ചാരം. ഒരിക്കൽ അദ്ദേഹം
സഹപാഠികളും നരേന്ദ്രനും കൂടെ ഒരു മൃഗശാല കാണാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കുട്ടി വഞ്ചിയിൽ ഛർദ്ദിച്ചു. പക്ഷെ ആ ഛർദ്ദിച്ചത് വഞ്ചി വൃത്തിയാക്കി കൊടുക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സാധ്യമല്ല. അത് വഞ്ചി കടവിനടുത്ത് എത്തിയിട്ട് അയാൾ കുട്ടികളെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പൊ നരേന്ദ്രൻ ഇതിനിടയിൽ വഴിയിൽ വഞ്ചിയിൽ നിന്ന് കരയിലേക്ക് ചാടി കരയിൽ കൂടെ പോകുമായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ അടുത്തെത്തി. 7 വയസ്സ് മാത്രം പ്രായമുള്ള നരേന്ദ്രൻ തനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ അവരെ കാര്യം ധരിപ്പിച്ചു. പട്ടാളക്കാർ വേഗം വന്ന് കുട്ടികളെ വഞ്ചിയിൽ നിന്ന് ഇറക്കി വിടുകയും വഞ്ചിക്കാരെ വഴക്കു പറയുകയും ചെയ്തു. അപ്പോൾ ഏതൊരു പ്രശ്നമായാലും ഒളിച്ചോടുക അല്ലായിരുന്നു നരേന്ദ്രന്റെ സ്വഭാവം. അത് യുക്തിയോടും സമചിത്തതയോടും നേരിടും. നരേന്ദ്രന് 11 വയസ്സായി. ഇംഗ്ലീഷ് ഭാഷയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. പുസ്തകങ്ങൾ ധാരാളം വായിക്കും. പിൽക്കാലത്ത് എഡ്വേർഡ് ഏഴാമൻ എന്നറിയപ്പെടുന്ന വെയിൽസ് രാജകുമാരൻ ആ സമയത്ത് ഭാരതം സന്ദർശിച്ചു. ആ സമയത്താണ് സിറാപ്പീസ് എന്ന ബ്രിട്ടീഷ് കപ്പൽ കൽക്കത്ത തുറമുഖത്ത് എത്തിയത്. അപ്പോൾ കൽക്കത്ത തുറമുഖത്ത് ആ കപ്പൽ കാണാൻ വേണ്ടി എല്ലാവരും കൂടെ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ പ്രായക്കുറവ് കാരണം നരേന്ദ്രനെ കടത്തിവിട്ടില്ല. അപ്പൊ അപേക്ഷയുമായി ചെല്ലേണ്ടവർ മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെയാണ് ചെല്ലേണ്ടത് നരേന്ദ്രൻ ഊഹിച്ചു. നരേന്ദ്രൻ താൻ നിന്ന മുറിയുടെ പിന്നിലേക്ക് മാറി. അവിടെ മുകളിലേക്ക് കയറുന്ന ഒരു കോണിപ്പടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് ഒരു അപേക്ഷ തയ്യാറാക്കി. അതിലെ മനോഹരമായ വാചകങ്ങൾ ഒരു 11 വയസ്സുകാരൻ തയ്യാറാക്കിയതാണെന്ന് അറിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥൻ നരേന്ദ്രനെ പ്രശംസിക്കുകയും അവർക്ക് കപ്പൽ കാണാനുള്ള അവസരം നൽകുകയും ചെയ്തു. അതുപോലെ വിപതി ധൈര്യം, അതായത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ധൈര്യം കാണിക്കുക എന്നുള്ളത് നരേന്ദ്രന്റെ കൂടപ്പിറപ്പായിരുന്നു. ഒരു ആപത്തിൽ അവൻ തളരുകയില്ല. അപ്പൊ ഒരിക്കൽ വ്യായാമ കേന്ദ്രത്തിൽ പോയപ്പോൾ ഒരിക്കലൊരു വ്യായാമ കേന്ദ്രത്തിൽ അവർ പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു ബ്രിട്ടീഷ് നാവികൻ ഈ കുട്ടികളോടൊപ്പം ചേർന്ന് ഒരു തൂണ് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തൂണ് താഴെ സായിപ്പിന്റെ തലയിലേക്ക് പകുതി. ബാക്കിയെല്ലാവരും ഓടിക്കളഞ്ഞു. പക്ഷെ നരേന്ദ്രൻ അയാളെ ഉയർത്തിയിരുത്തി. അപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തെ പരിചരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഡോക്ടറെ വിളിക്കാൻ ഓടി. ഡോക്ടറെ കൊണ്ടുവന്ന് അയാൾക്ക് ആവശ്യമായ ചികിത്സ ചെയ്തു. അപ്പൊ ഇതറിഞ്ഞ അമ്മ മകനെ ആലിംഗനം ചെയ്തു. മറ്റുള്ളവർക്ക് സഹായം നൽകുമ്പോഴാണ് ഒരാൾ മനുഷ്യനാവുന്നതെന്ന് അവർ മകന് പറഞ്ഞു കൊടുത്തു. ഇനി 4ാമത്തെ അധ്യായത്തിലേക്ക് പോവാണ്. 4ാമത്തെ അധ്യായത്തിലേക്ക് ദുർഗാപ്രസാദ് ദത്തയുടെ ഛായ, അപ്പൊ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റൊരു സന്യാസിയായിരുന്നു ദുർഗാപ്രസാദ് ദത്ത. അപ്പൊ അയാളുടെ ഛായ ഇവനിലുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പൊ ഏതാണ്ട് 12 വയസ്സായപ്പോൾ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അറിവുള്ളവനായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് വിശ്വനാഥ് ദത്ത കൊൽക്കത്ത വിട്ട് രായ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോഴവന് 14 വയസ്സാണ്. അപ്പൊ ലേക്കുള്ള ദീർഘയാത്ര നരേന്ദ്രന് സഹോദരിമാരും അമ്മയുമായിട്ട് പോവുകയായിരുന്നു. അപ്പൊ വിചിത്രമായ കാര്യങ്ങൾ ചിന്തിച്ചായിരുന്നു അവന്റെ യാത്ര. അപ്പൊ വിന്ധ്യാപർവ്വതത്തിന് താഴെ കൂടെയാണ് ഒരു കാളവണ്ടിയിലാണ് യാത്ര. ദുരിതം നിറഞ്ഞ യാത്രയായിരുന്നെങ്കിലും നരേന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടു. തെളിഞ്ഞ ആകാശം, അവൻ അനന്തതയിലേക്ക് നോക്കി കിടന്നു. അപ്പൊ ആധ്യാത്മികമായ ഒരു അനുഭൂതിയാണ് ആ യാത്രയിൽ അദ്ദേഹം അനുഭവിച്ചത്. പിതാവുമൊത്ത് റായ്പൂരിൽ കഴിയുമ്പോൾ അവിടെ സ്കൂളുകളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം കിട്ടി. പിന്നീട് കൊൽക്കത്തയിലേക്ക് മടങ്ങി വന്നപ്പോൾ 2 വർഷത്തെ വിദ്യാഭ്യാസം അയാൾക്ക് നരേന്ദ്രൻ നഷ്ടപ്പെട്ടുവെങ്കിലും സ്കൂളിൽ ചേർത്തു. 3 കൊല്ലത്തെ പാഠങ്ങളാണ് ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ ആ വർഷം മെട്രോപൊളിറ്റൻ സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതിയ ഒരാൾ മാത്രമേ വിജയിച്ചുള്ളൂ. അതിന് നരേന്ദ്രന് പിതാവ് ഒരു വാച്ച് സമ്മാനമായി നൽകി. ഒരു ഗ്രന്ഥകാരൻ അയാളുടെ പുസ്തകത്തിന്റെ ഓരോ വരിയും വായിക്കാതെ തന്നെ മനസ്സിലാക്കാൻ നരേന്ദ്രന് കഴിഞ്ഞിരുന്നു. ഒരു ഖണ്ഡികയുടെ ആദ്യത്തെ വരിയും അവസാനത്തെ വരിയും വായിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിലെ മൊത്തം ആശയങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അപ്പൊ അസാമാന്യമായ ബുദ്ധിശക്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രവേശന പരീക്ഷയിൽ ജോമെട്രി ഉണ്ടല്ലോ, അതിൽ ജാമതിയിലെ 4 പുസ്തകങ്ങൾ 24 മണിക്കൂർ കൊണ്ട് പഠിച്ച് 100% മാർക്കാണ് അദ്ദേഹം നേടിയത്. 5ാമത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ 16ാമത്തെ വയസ്സായ നരേന്ദ്രനെയാണ് കാണുന്നത്. കോളേജിൽ ചേർന്നു. കോളേജിലെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിനൊരു ഗൗരവമൊക്കെ വന്നു. കണ്ണുകൾ തീക്ഷ്ണങ്ങളും ആജ്ഞസ്ഫുരിക്കുന്നതുമായി മാറി. വ്യായാമം കൊണ്ട് ശരീരം നല്ല ഗുസ്തിക്കാരനെ പോലെ ആക്കിയിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഒരു പുസ്തക പുഴുവായിരുന്നില്ല. അപ്പോൾ പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ എന്ന വ്യക്തിത്വം ഉടലെടുക്കുന്നത് ഈ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. അദ്ദേഹം പാശ്ചാത്യ ദർശനങ്ങളും പഠിച്ചു. ഹൈന്ദവരുടെ സാമൂഹിക രീതിയും വിഗ്രഹാരാധനകളുടെ സമ്പ്രദായത്തേക്ക് എതിർക്കുന്ന ബ്രഹ്മസമാജക്കാരുടെ ഗ്രൂപ്പിലായി ഇദ്ദേഹം. നരേന്ദ്രനിൽ വന്ന മാറ്റം ശ്രദ്ധേയമാണ്. ഹൈന്ദവ സമൂഹത്തിലെ പൗരോഹിത്യം
അടിച്ചേൽപ്പിച്ച 4 ജാതി വ്യവസ്ഥകളാണല്ലോ ചാതുർവർണ്ണ്യം, അതിനെ അദ്ദേഹം എതിർത്തു. അപ്പൊ ഓരോ വിഷയവും അദ്ദേഹം യുക്തിപൂർവമാണ് അവതരിപ്പിച്ചത്. പിന്നീട് പാശ്ചാത്യ തത്വശാസ്ത്രം, ശാസ്ത്രവിജ്ഞാനം ഇതൊക്കെ അദ്ദേഹം പഠിക്കുകയും ഇതിൽ നിന്നല്ല, അതായത് യുക്തിവാദത്തിന്റെ കടുത്ത വിശകലനത്തിനപ്പുറത്താണ് ധ്യാനം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ യുക്തിവാദികൾ നിഷേധിക്കുന്നതും ആത്മീയവാദികൾ അംഗീകരിക്കുന്നതുമായ ഈശ്വര തത്വം നേരിട്ട് അനുഭവിക്കുകയാണ് ഏറ്റവും യോഗ്യമെന്ന വിദ്യാർത്ഥി മനസ്സിലാക്കി. ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളിൽ നിന്ന് തന്നെ അദ്ദേഹം അതിന്റെ ഉത്തരവും കണ്ടെത്തുമായിരുന്നു. ആ സമയത്ത് മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ, കാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു ഗുരുവായിരുന്നു നമ്മുടെ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോ ടാഗോറിന്റെ അടുക്കൽ അദ്ദേഹം നരേന്ദ്രൻ പോയി ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ടാഗോറിനോട് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ മഹർഷി അത് ചോദ്യം കേട്ട് വല്ലാതായി. അപ്പൊ ഈ യുവാവിനോട് എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ കണ്ണുകൾ കണ്ടിട്ട് യോഗിയുടെ കണ്ണുകൾ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മറുപടി കിട്ടാത്തതിൽ വളരെ നിരാശനായിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. പിന്നെ അദ്ദേഹം FAQ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പ്രൊഫസറുടെ അഭാവത്തിൽ പ്രിൻസിപ്പൽ വില്യം ഹേസ്റ്റി ആയിരുന്നു, പണ്ഡിതനായ വില്യം ഹേസ്റ്റിയാണ് ക്ലാസ് എടുത്തത്. വേർഡ്സ് വർത്തിന്റെ വിനോദയാത്ര എന്ന കവിതയാണ് പഠിപ്പിച്ചത്. ആ കവിതയിൽ പ്രകൃതി സൗന്ദര്യത്തിൽ കവി മുഴുകിപ്പോകുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ ഒരു അനുഭൂതിയെ കുറിച്ച് വില്യം ഹേസ്റ്റി പറഞ്ഞത്, ചിത്തശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയും ഏകാഗ്രതയും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഈശ്വരനെ കാണാൻ പറ്റൂ. ആ ആൾ ദക്ഷിണേശ്വരത്തെ ശ്രീരാമകൃഷ്ണ പരമഹംസനാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ പോയാൽ അത് മനസ്സിലാകും എന്ന് ഹേസ്റ്റി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. പക്ഷെ ഇത് നരേന്ദ്രൻ മനസ്സിൽ കുറിച്ചിട്ടു. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുക്കിലേക്ക് പോകണം എന്നൊരാഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. വീണ്ടും ആ സമയം പിതാവാണെങ്കിൽ ഇദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. വീണ്ടും ഒരു കൂട്ടുകാരനിൽ നിന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി കേട്ടു. അങ്ങനെ ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞ് നരേന്ദ്രൻ അവിടെ ചെന്നു. നരേന്ദ്രൻ ഒരു ഭക്തിഗാനം പാടി. ആ ഭക്തിഗാനത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ലയിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസന് ഇദ്ദേഹമാണ് ഇനി ഭാരതത്തെ ആധ്യാത്മികതയിൽ നയിക്കുന്നതെന്ന് മനസ്സിലാവുകയും നരേന്ദ്രനെ തന്റെ ആശ്രമത്തിലേക്ക് ദക്ഷിണേശ്വരത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ 1881 നവംബർ ആയതോടുകൂടി ദക്ഷിണേശ്വരത്ത് പോവുക എന്നുള്ളത് നരേന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ സുരേന്ദ്രനാഥ മിത്ര എന്ന തന്റെ കൂട്ടുകാരനുമായി അദ്ദേഹം ദക്ഷിണേശ്വരത്തേക്ക് തിരിച്ചു. ഇങ്ങനെയാണ് 5ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. ചാപ്റ്ററിൽ ഗുരുവിനെ കണ്ടതിന് ശേഷം എന്താണെന്നാണ്, ഗുരുവിനെ കാണാനായിട്ട് ദക്ഷിണേശ്വരത്ത് ആശ്രമത്തിലെത്തി. അപ്പൊ ഗുരുവിന്റെ അടുക്കലിരുന്ന് ആദ്യത്തെ കൂടിക്കാഴ്ച പറയുന്നുണ്ട്. പാട്ടുപാടി കഴിഞ്ഞപ്പോൾ ഗുരു പെട്ടെന്ന് വന്ന് എന്റെ കൈ പിടിച്ചു, എന്നെ വടക്കേ വരാന്തയിലേക്ക് കൊണ്ടുപോയി എന്നെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ചു. എന്തോ എന്നോട് പറയാൻ പോണെന്നാണ് കരുതിയത്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം കരഞ്ഞു തുടങ്ങി. ആനന്ദ കണ്ണീരാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നീ എന്താണ് ഇത്രയും കാലം എൻ്റെ അടുക്കൽ വരാൻ വൈകിയത് എന്ന് പറഞ്ഞ് എന്നെ ഒരു ദേവതയെ പോലെ എന്റെ മുന്നിൽ അദ്ദേഹം കരയുകയും കൈകൂപ്പുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കണ്ട് താൻ ഭയന്നു പോയെന്ന് നരേന്ദ്രൻ പറഞ്ഞു. ഒരു ഉന്മത്തൻ, ഒരു ഭ്രാന്തന്റെ ലക്ഷണമാണോ ഇതെന്നൊക്കെ സംശയിച്ചു. പക്ഷേ പിന്നീട് പരമഹംസന്റെ ചിട്ടയായ കർമ്മങ്ങളും സംഭാഷണവും ഒക്കെ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. എന്നിട്ട് അദ്ദേഹം വീണ്ടും അകത്തേക്ക് പോയി കൽക്കണ്ട, വെണ്ണ, മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തന്നു എന്ന് നരേന്ദ്രൻ പറയുന്നു. എന്നിട്ട് എന്നെ പലഹാരം മുഴുവൻ കഴിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഉടനെ തന്നെ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് വരണം എന്ന് വാക്ക് വാങ്ങിച്ചു. അങ്ങനെയാണ് ഭാരതം കണ്ട ഏറ്റവും അത്ഭുതകരമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ തുടക്കം. എന്നിട്ട് നരേന്ദ്രൻ ചിന്തിക്കുന്നത് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത്, ആചാര്യ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം, ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നില്ല, അതുപോലെ കുറച്ചുകൂടെ നല്ല പ്രഭയുണ്ടായിരുന്നു എന്ന് മാത്രം. നിന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ ഈശ്വരനോട് സംസാരിച്ചു. പക്ഷെ മനുഷ്യൻ അതൊന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യർ അതിനെ തുനിഞ്ഞാൽ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റൂ. പക്ഷെ മനുഷ്യർ പണം, പ്രശസ്തി എന്നിവയിലാണ് ആഗ്രഹിക്കുന്നത്. ഈശ്വരനോട് ചങ്ങാത്തം പുലർത്താൻ ഒരുങ്ങുന്ന ആൾക്ക് മാത്രമേ ഈശ്വരനെ കാണാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകൾ പൂക്കളെ പോലെയാണ് നരേന്ദ്രൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. അപ്പൊ ആദ്യമായിട്ട് ഒരാൾ തനിക്ക് കൃത്യമായൊരു ഉത്തരം തന്നിരിക്കുന്നു. അപ്പൊ ആദ്യം ആ പാടിയ പാട്ടുകൾ പാടിക്കഴിഞ്ഞ് എന്നിട്ട് നരേന്ദ്രൻ ഗുരുവിന്റെ പാദങ്ങൾ വന്ദിച്ച് ഉടനെ തിരിച്ചു വരാവുന്ന കരാറിൽ യാത്ര തുടർന്നു. അങ്ങനെയാണ് ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ആദ്യ ബന്ധവും കൂടിക്കാഴ്ചയും.
ഇത്രയും ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.